ഇന്ന് നമ്മൾ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ കടകളിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടുന്ന അതേ രുചിയിലൊരു സാമ്പാർ തയ്യാറാക്കിയെടുക്കാം. ഹായ്, ഐ എം ഷബാന. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ആദ്യം ഞാനിവിടെ ഒരു 1/4 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. ഇതിപ്പോൾ ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പ് അല്ലാത്ത ഏത് ടൈപ്പ് പരിപ്പ് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് പരിപ്പ് മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10 12 ചെറിയുള്ളി മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് വെളുത്തുള്ളിയാണ്. ഒരു 5 6 വെളുത്തുള്ളി മുഴുവനായിട്ട് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഈ കുക്കർ ഒന്ന് അടച്ചു വെച്ചൊരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ ഇവിടെ 3 വിസിലായിട്ടുണ്ട്. നമുക്കിതിനൊന്ന് തുറന്നു നോക്കാം. പരിപ്പൊക്കെ ഇവിടെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. വേവിച്ച് വെച്ച പരിപ്പ് നമുക്ക് കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കുക്കറിലൊന്ന് വെള്ളം ചുഴറ്റിയിട്ട് അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് സാമ്പാറിന് ആവശ്യമായ പച്ചക്കറികൾ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള വലുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് കട്ട് ചെയ്ത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ്. അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് മൂടി വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ എല്ലാം നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. ഇനി ഇത് താളിച്ചെടുക്കാനായി ഒരു പാത്രം വെച്ച് കൊടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് ആവശ്യത്തിന് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഒരു നുള്ളു ഉലുവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സമയത്താണ് നമ്മൾ വെണ്ടക്ക ചേർത്ത് കൊടുക്കുന്നത്. വെണ്ടക്ക വെന്തുടഞ്ഞ് പോവാണ്ടിരിക്കാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. വെണ്ടക്ക ഇതിൽ കിടന്ന് നന്നായി ഒന്ന് കുക്കായി വരട്ടെ. വെണ്ടക്ക ഒന്ന് കുക്കായി വന്ന ശേഷം മാത്രം ഇതിലേക്ക് 2 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു പോർഷൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ സാമ്പാർ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സാമ്പാറിൻ്റെ പണി ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇത്രേ ഉള്ളൂ. അവസാനമായിട്ട് ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു നുള്ളു കായപ്പൊടി കൂടെ മറക്കാതെ ചേർത്ത് കൊടുക്കണം. വീഡിയോയിൽ സ്കിപ്പ് ആയതാട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിൽ കുറച്ച് മല്ലിച്ചപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല, വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബിഗിനേഴ്സൊക്കെ ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫൈനൽ ഔട്ട്പുട്ട് അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ആരും സാമ്പാർ ഉണ്ടാക്കാൻ അറിയില്ല എന്ന് പറയരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു അഗൈൻ ഇൻ അനദർ വീഡിയോ.